നമ്മുടെ സ്വന്തം കേരളത്തിലെ ഒരു ജില്ലക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കറിയാണ് ഇന്നത്തേത്. ഞാൻ ഈ പയർ ആദ്യം കാണുന്നതും കഴിക്കുന്നതും ആ ഒരു ജില്ലക്കാർ ഈ ഒരു കറി എനിക്ക് ഉണ്ടാക്കി തന്നേ പിന്നാട്ടോ. തലേന്ന് രാത്രി ഒരു ഗ്ലാസ് തോരപ്പയർ വെള്ളത്തിലിട്ട് കുതിരാനായി അടച്ച് മാറ്റി വയ്ക്കാം. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ വെള്ളത്തിന്റെ കളറൊക്കെ മാറി ഒരു ഡാർക്ക് ബ്രൗൺ കളറായി പയറൊക്കെ നന്നായി കുതിർന്നു വന്നിട്ടുണ്ടാവും. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് പയർ മുങ്ങിക്കിടക്കാൻ അളവിൽ വെള്ളവും ഒഴിച്ച് മൂടി വെച്ച് ഒരു 3 വിസിലിന് വേവിക്കാൻ വെക്കാം. പയറ് വേവുന്ന സമയം കൊണ്ട് ഒരു നാരങ്ങ വലുപ്പത്തിൽ വാളമ്പുളി വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. വിസിലൊക്കെ വന്ന് ഏറ് മുഴുവനായും പോയതിനു ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ പയറൊക്കെ ദേ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, ചതച്ച് വെച്ച 5-6 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 3-4 വറ്റൽ മുളക് ഇതെല്ലാം ചേർത്ത് ഒന്നിളക്കി മൂപ്പിച്ച് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരയിലേക്ക് വഴറ്റി ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന തോരപ്പയറും ചേർത്ത് കൊടുത്ത് കുതിർത്തി വെച്ച് പുളിവെള്ളവും ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഒരു പിടി ചിരുവിയ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി നിളക്കി ഒരു 3-4 മിനിറ്റോടെ തിളപ്പിച്ചെടുത്താൽ നമ്മുടെ തോരപ്പുളിങ്കറി റെഡി. ഇതിന്റെ രുചി ഒന്ന് അറിഞ്ഞാൽ പിന്നെ എന്നെ പോലെ നിങ്ങളും ഇതിന്റെ ഒരു കട്ട ഫാനാകും. അപ്പോൾ ജില്ല ഏതാന്നുള്ളത് അല്ലെങ്കിൽ വേണ്ട, അത് നിങ്ങൾ തന്നെ പറ. നിങ്ങൾക്കറിയാവോന്നൊന്ന് നോക്കട്ടെ. അപ്പോൾ ഇതുപോലെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.